പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പോലീസിനെതിരെ കോൺഗ്രസ്. പിണറായിയുടെ പോലീസിൽ നിന്ന് പ്രതീക്ഷിച്ച നടപടിയാണ് ഉണ്ടായതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ പറഞ്ഞു. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് പോലീസ് കരുതേണ്ട. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പ്രവീൺ കുമാർ മീഡിയ വണിനോട്. ഷാഫി പറമ്പിൽ MP മർദ്ദനമേറ്റ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 കേസുകൾ പോലീസ് എടുത്തിരിക്കുകയാണ്. UDF പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന് സ്ഫോടവസ്തു എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊന്ന് ഈ പോലീസുകാരൻ, അതായത് ഈ സംഘർഷത്തിൽ പോലീസ് നടപടിയിൽ ഉൾപ്പെട്ട ഒരു പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി എന്ന് കാണിച്ചുമാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാറാണ്. എന്താണ് ഈ കേസുകൾ UDF പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നത്? എന്താണ് പ്രതികരണം? പിണറായി വിജയൻ്റെ പോലീസിൽ നിന്നും ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിനപ്പുറത്തൊന്നും ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല. പോലീസ് ഗുണ്ടായുസം കാണിച്ചത് മാത്രമല്ല, ഒരു MPയെ തല്ലി പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഇന്നാണ് ആശുപത്രി വിട്ടത്. നിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടുമെന്ന് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. അയാൾ ആശുപത്രി കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് എല്ലാ അതിക്രമം കാണിച്ചവർ തന്നെ അതിക്രമം കാണിക്കാത്തവരുടെ കേസെടുത്തിരിക്കുന്നത്. പിണറായി വിജയൻ ആഭ്യന്തരം കൈയാളുമ്പോൾ ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളിത് അറിയിക്കുന്ന അവജ്ഞയോടെ പൊട്ടിച്ചള്ളുന്നു. പക്ഷേ കേരളീയ പൊതുസമൂഹം ഇത് വിലയിരുത്തും, പ്രത്യേകിച്ച് പേരാമ്പ്രക്കാരും. അവിടെയുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ച് SP പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിക്രമമുണ്ടായി എന്ന് SP വെളിപ്പെടുത്തൽ നിലനിൽക്കുകയാണ് ഞങ്ങളുടെ പേര് കേസെടുത്തിരിക്കുന്നത്. അവിടെ അതിക്രമം ഉണ്ടാക്കിയത് പോലീസാണെന്ന് SP തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും കേസ് ഞങ്ങൾക്ക് കണ്ടാൽ അറിയുന്ന ആരോ പേരല്ലേ, ആ കണ്ടാലറിയുന്നത് കാണട്ടെ, പോലീസുകാരൻ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലീസുകാരോട് ഉണ്ടാവുമല്ലോ. സ്ഫോടക വസ്തു എറിയുന്ന UDFകാരനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പോലീസുകാരനെ ഞങ്ങൾ കണ്ടെത്തട്ടെ, അപ്പോൾ പ്രതികരിക്കുക. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിക്രമം കാണിച്ചു എന്ന് SP പറയുന്ന പോലീസുകാരൻ ആദ്യം കണ്ടെത്തട്ടെ, അവരെ പേരിൽ നടപടി വരട്ടെ. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ വീരം തകരില്ല. ഞങ്ങൾ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഈ പോലീസുകാരൻ്റെ നടപടി വന്നിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത DYSP നടപടി വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരവുമായി വരും. ആദ്യ സമരം ലോർ എസ്പിൻ്റെ വീടിന് മുമ്പ് തന്നെയാണ്. കേസെടുത്ത പോലീസ് നടപടിയെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. ക്യാമറാമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.